ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി ടൈം ബൈ ഉക്കിൾസ്. അപ്പം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. നിങ്ങളെൻ്റെ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാണ്, ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. രാത്രിയാണ് 11:30 ഫ്ലൈറ്റ്. ബട്ട് സ്റ്റിൽ നമ്മൾ 3 hours മുന്നേ ചെക്ക് ഇൻ ചെയ്യണമല്ലോ. സോ വീട്ടിൽ നിന്ന് എല്ലാവരും ഉമ്മിനെടുത്തിട്ട് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ടൈമായി 11:30 ഫ്ലൈറ്റ്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി തമിഴിൽ. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പക്ഷേ ഇങ്ങനെ കാണിക്കാൻ എനിക്കറിയില്ല. എനിവേസ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെർമിനൽ 3 അല്ലേ, ടെർമിനൽ 3 ആണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. 6:30 ആയപ്പോൾ ഇറങ്ങിയുള്ളൂ. 6:30 6:45. അവിടെ എത്തുമ്പോൾ 8:15 കാണിക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 11:30 പക്ഷേ നമ്മൾ 3 hours ബിഫോർ ചെക്ക് ഇൻ. പിന്നെ ഞങ്ങൾക്ക് വെയിറ്റിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇത്ര വെയിറ്റ് ആണല്ലോ, 7 kg പെർ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും നേരത്തെ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ 8:15 3 hours ആ ഒരു ടൈം എടുക്കും എന്തായാലും എല്ലാത്തിനും. അപ്പം ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും പ്രോബബ്ലി ഞാൻ 2 vlog ആയിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ 1 vlog ആയിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ്സ്. എനിവേസ് ഐ എം വെരി എക്സൈറ്റഡ്. നമുക്ക് എന്തായാലും ഫുള്ള് കാണാം. സോ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അല്ലേ? യെസ്. അപ്പം ഞങ്ങളിത് എത്തി. ഭയങ്കര സൗണ്ടാണ് ഇവിടെ. പിന്നെ എനിക്ക് ഒച്ചയിൽ സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. എൻ്റെ മോൻ കാണാൻ അവർക്ക് മനസ്സിലാവും. അയ്യോ. അപ്പം ഞങ്ങൾ പോവാണ്. ഒന്നുമില്ല, നാണം. ഇവിടെ കുറച്ച് ആൾക്കാരാണ്. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിന്റെ പുതിയ പെട്ടിയൊക്കെ സെറ്റാണ്. പഴയ പെട്ടി എനിക്കാന്ന് ഒഴിവാക്കി. അല്ലല്ല, ഇത് പുതിയ പെട്ടിയാണ് അഫ്സലിൻ്റെത്. പഴയത് എൻ്റെയാണ്. പക്ഷേ ഇത് എനിക്ക് ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചിരിക്കുന്നത് മാത്രമേ. പിന്നെ ഇതിനകത്ത് പകുതി ക്ലോത്ത്സ് എൻ്റെയാണ്, പകുതി ബബുടെയാണ്. അപ്പം അതിൽ എൻ്റെയാണ്. അത് വേറെ വരും. ഹായ് ഗായ്സ്. അപ്പം ഞങ്ങൾ ഇതിപ്പോൾ ഇൻഡിഗോയുടെ അങ്ങോട്ട് എയർ ഏഷ്യയുടെ അങ്ങോട്ട് പോകാൻ പോവാണ്. പക്ഷേ എനിക്ക് വെയിറ്റിട്ട് ചെറിയൊരു പേടിയുണ്ട്. കാരണം പറയണ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. 7 kg പോകണമെങ്കിൽ നമുക്ക് പറ്റില്ല. പെർ kg 7 ആണ്. അപ്പം ഞങ്ങളപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ബിഫോർ ഞാൻ എടുക്കാൻ നടത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പെറുക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. സോ ലെറ്റ്സ് ഗോ. കമോൺ. ഇത് ഒറിജിനലാണ് അല്ലാത്ത ഗൈസ്. ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ മുകളിൽ കയറിയിരിക്കുന്നത് പിന്നെ ബബിൾ നമുക്ക് ട്രാൻസിഷൻ്റെ ഒരു കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു റീലും കൂടെ എടുക്കാറുണ്ട്. ഒരു ഷോട്ട് അടിക്കുന്ന ഇവിടെ നിന്ന് എടുക്കാന്ന് ഓർത്തിട്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്നാലോ, അവിടെ ഇറങ്ങുമ്പോൾ എടുത്താലോ പോരെ? അതാകുമ്പോൾ ഡേ ലൈറ്റ് ആയിരിക്കും, നൈസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് കൈ വേദന എടുക്കുന്നുണ്ട്. കൈ ഒട്ടിഞ്ഞു ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു. ഞങ്ങളിത് ഇവിടെ ഇതിനെന്താ പറയുന്നത്, ഡ്യൂട്ടി ഫ്രീ. ഓക്കെ, ഞങ്ങളിത് ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ചുമ്മാ വന്ന് കയറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം 11:30 ആണ്. സോ ടൈമുണ്ട്. അപ്പോൾ ചുമ്മാ കറങ്ങി നടക്കുകയാണ്. നിക്ലേഴ്സ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ കണ്ടോ? 48,000. എന്തിനാണ് ഇതൊക്കെ? നെവർ പ്രൊമോട്ട് ദിസ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാശ് കൊടുക്കുന്നത്? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആൾക്കാർ ഒരിക്കലും ഇങ്ങനെയൊന്നും വാങ്ങിച്ച് കുടിക്കരുത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണം കേട്ടോ ഗൈസ്. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിച്ച് കുടിക്കാൻ പാടില്ല.
Hi, Afsal Silfi. Where are you going? So the lift is full. കുഴപ്പമില്ല, അടുത്തേക്ക് വരാം. ഹലോ എവ്രി വൺ. സോ ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങി, കുറച്ചേരം ഉറങ്ങിയുള്ളൂ. സ്റ്റിൽ എനിക്ക് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമുണ്ട്. കാരണം ഞാൻ ഫ്ലൈറ്റിൽ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ പ്രേമലു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് തീർന്നത്തേക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ സോങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കുറച്ച് നേരം കിടന്നു, ഫ്രഷനായി. അതിന് ശേഷം നമുക്കിനി ചെക്ക് ഔട്ട് ചെയ്തിട്ട് പുതിയൊരു നമ്മൾ സ്റ്റേ ചെയ്യേണ്ട അടുത്തോട്ട് പോകാനുണ്ട്. സോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും കാണാം. ഞങ്ങളിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വന്നേക്കാണ്. സോ ലെറ്റ്സ് ഈറ്റ് ദ ഫുഡ് ആൻഡ് സീ യു. ഗായ്സ്, ഞങ്ങളങ്ങനെ ഹോട്ടൽ റൂമിലോട്ട് പോകാൻ പോവാണ്. കാരണം 2 മണിക്ക് നമുക്ക് നെക്സ്റ്റ് സ്ഥലത്ത് ചെക്ക് ഇൻ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു അഫ്സൽ 2 മണിക്ക് പോയി ഫുഡ് കഴിക്കാനും 2:45 പോകാനേ പറഞ്ഞേക്കണേന്ന് തോന്നുന്നു. യെസ്, അല്ല നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. സോ ഞങ്ങൾ പോവുകയാണ്. സോ ഞങ്ങൾ ഇപ്പം ബർഗർ കിങ്ങിൽ വന്നിരിക്കുകയാണ്. വൈകുന്നേരം ഞങ്ങൾ ഉച്ചക്ക് നിങ്ങളെ കാണിച്ചാണല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. നല്ല ബോറ് ബിരിയാണിയായിരുന്നു. ബിരിയാണി അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടത്തെ നമ്മുടെ ടേസ്റ്റ് നമ്മൾ വെറൈറ്റി ഫുഡ് കഴിക്കും. യെസ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വെറൈറ്റി അല്ല, പക്ഷെ എന്നാലും സ്ട്രീറ്റ് ഫുഡ് ഞങ്ങൾ വൈകുന്നേരം കഴിക്കാൻ തൊട്ടു. ബർഗർ കിങ്ങിൽ വന്നിരിക്കുകയാണ്. ബർഗർ കിങ്ങിൽ ഞങ്ങൾ ബർഗർ കഴിക്കാൻ തൊട്ടിരിക്കുകയാണ്. എനിക്ക് ബർഗർ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമല്ല എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയല്ലല്ലോ. നമ്മളെല്ലാം കഴിക്കണം, അതാണ് നമ്മുടെ ഒരു വേണ്ടത്. നമുക്ക് ഞങ്ങളൊരു നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സൂം ചെയ്ത് കാണിച്ചായിരുന്നു. ഒരു ബർഗർ പ്ലസ് ഫ്രൈസ് പ്ലസ് കോക്ക് ഉള്ള ഒരു കോംബോ ഉണ്ട്. അത് ഞങ്ങൾ 2 എണ്ണം പറഞ്ഞു. അതിനൊക്കെ ഇവിടെ റേറ്റ് വരുന്നത് ഒരു 9 റിങ്കറ്റ്, RM-ആണ് കേട്ടോ. മലേഷ്യൻ റിങ്കറ്റ് ചെയ്യുമാറാണ്, RM-ആണ്. മലേഷ്യൻ റിങ്കറ്റാണ് കേട്ടോ. അപ്പം 9 എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും ബബ്ലു? നമ്മുടെ നാട്ടിൽ 10 വരും കേട്ടോ ഒരെണ്ണത്തിന്. 180. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ റേറ്റ് ഭയങ്കര നല്ല, സത്യം നോർമൽ റേറ്റേ ഉള്ളൂ കേട്ടോ. നമ്മളിവിടെ വലിയ റേറ്റൊന്നും ഇല്ല. അത് ഭയങ്കര അടിപൊളി കാര്യമാണ്. കാരണം നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും കുറേ ക്യാഷ് ഒക്കെ പോകുന്നൊക്കെ ഓർക്കും. പക്ഷേ അങ്ങനെയല്ല ഗൈസ്. നിങ്ങളിവിടെ വരുന്ന നോക്കുക. എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പം നല്ല രസമായിട്ട് ഇവിടുത്തെ സിറ്റിയിലെ നമ്മുടെ മെട്രോ അല്ലെങ്കിൽ കാറാണെങ്കിലും സിറ്റി ആണെങ്കിലും കാണാൻ. പക്ഷേ ഫുഡ് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നടക്കണം. കുറേ നടന്നിട്ട് ഞങ്ങൾ താമസിക്കുന്നത് നമ്മുടെ ഡി ഫേസിൽ ആണ് താമസിക്കുന്നത്. നിങ്ങൾ റൂമൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തന്നാണ്. ബിക്കോസ് സച്ച് എ ബ്യൂട്ടിഫുൾ റൂമാണ്. സോ നമ്മുടെ ഫുഡ് വരാറായി. ഓക്കെ, അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ബൈ. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ ദാറ്റ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഇത് കോലാലംപൂരല്ലേ, കോലാലംപൂരിൽ ഒരു മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ ഫുഡുണ്ട്. ഞങ്ങളുടെ വണ്ടി പോയിക്കൊണ്ടിരുന്ന കണ്ടതാണ് ആക്ച്വലി. അപ്പോൾ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫുഡ് ട്രൈ ചെയ്യാൻ മാത്രമല്ല, ഇവിടെ ഫുള്ളൊന്ന് കറങ്ങി ചുറ്റി വരണം. 8:15 ആകുമ്പോൾ കാണും. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ആക്ടിവിറ്റി ഞാൻ കാണിച്ചു. ഇന്നത്തെ ആക്ടിവിറ്റി ഞാൻ എന്തായാലും ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യുള്ളൂ. ഞാൻ ഭയങ്കര ടയേർഡാണ്, ബട്ട് സ്റ്റിൽ ഞാൻ എല്ലാം കവർ ചെയ്തിട്ട് എന്തായാലും വൈൻഡപ്പ് ചെയ്യുള്ളൂ. അഫ്സൽ എനിക്ക് വേണ്ടി എടുത്തു വരുന്നതാണ്. ഓക്കെ, ബീഫുണ്ട്, ലാമ്പ് ഉണ്ട്. വേണോ? വേണേ മേടിച്ചോ. നൈസാണല്ലേ, നല്ല രസം. മുഗൾസ് ഇവിടെ എന്താണ് മേടിക്കാൻ തോന്നണേ? ഇവിടെ ആക്ച്വലി എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താ പറയുക, അതേപോലെ തന്നെ ചക്ക, മാങ്ങ, തേങ്ങ, അതേപോലെ തന്നെ ഇവിടെ പഴുതാര, പാമ്പ്, പാറ്റ, അതെല്ലാം ഉണ്ട്. പിന്നെ കുറേ ജ്യൂസ് ഉണ്ട്, മൊയ്ത്തോസ്, എവറിത്തിങ് ഇസ് ദെയർ. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ ഫുഡ് കഴിക്കണ്ടായിരുന്നു. ക്യാപ്പൊക്കെ ഉണ്ട് ഇവിടെ.
ഇറ്റ്സ് വെരി പ്രിറ്റി. ഇവിടെ മാംഗോ സ്മൂത്തി ഉണ്ടാക്കുന്നുണ്ട്. സൂപ്പറാണ്. ഇതെവിടെയാണ്? 15 എന്ന് പറയുമ്പോ 300 റൈറ്റ് അല്ല, അത്രയൊക്കെ വരും. Let me check the price for this one. I don't know. 5. നോക്കട്ടെ കേട്ടോ. Guys, this is not a proper brand, but still it looks so good. ഞാനൊരു ഷെയ്ഡ് നോക്കട്ടെ, because I really want to check the shade. കുഴപ്പമില്ല. Guys, this looks so good. I'm sorry. This is nice. I'll take this. ഹായ് ഗായ്സ്, ഞങ്ങളിവിടെ റോഡിൻ്റെ സൈഡിൽ കുത്തിയിരിക്കുകയാണ്. സമയം എത്രയാണ്? അവിടുത്തെ സമയം അല്ല ഇവിടുത്തെ സമയം, വ്യത്യാസം ഉണ്ടല്ലോ. എത്ര? 19:18. 9:18. 9:15 9:20. പക്ഷെ ഞങ്ങളിപ്പോൾ പോവില്ല, കുറച്ചേരം ഇവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, എന്നിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചേരം ഇവിടെ ഇരിക്കാമെന്ന് ഓർത്തു. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇവിടെ വന്ന് വരുന്നതല്ലേ, അപ്പം ഇവിടെ സ്ട്രീറ്റിലൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ. നാളെ ഈ സ്കൂട്ടർ എടുക്കും ഞങ്ങൾ ഇത് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഓൺലൈൻ പേയ്മെന്റേ പറ്റുള്ളൂ എന്നാ പറയണേ, പക്ഷെ അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് നോക്കണം. കുറെ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിങ്കറ്റ് ആണല്ലോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം. ഞാൻ ക്രെഡിറ്റ് കാർഡ് ഒന്നും എടുത്തു, ഞങ്ങൾ രണ്ടുപേരും ക്രെഡിറ്റ് കാർഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല, നമ്മൾ കയ്യിൽ ATM കാർഡും എടുത്തിട്ടില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല, അത് അഫ്സലായിരുന്നു എടുക്കാഞ്ഞത്. പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഞങ്ങൾക്ക് ഇല്ല. ഓക്കെ, അപ്പം ഞങ്ങൾ ഇരിക്കുന്ന സംഭവം ഞങ്ങൾ കാണിച്ചത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് എന്തൊക്കെ കാര്യമുണ്ടെന്ന് അറിയണം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ബാക്കിൽ കൂടെ വരും, നല്ല രസമുണ്ട്. എനിക്ക് പക്ഷേ കൈയും കാലം വേദനയുണ്ട്, കാരണം കുറെ നടന്നു. പിന്നെ എനിക്ക് ഓൾറെഡി പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ ഉറങ്ങിയില്ല. കാരണം ഞാൻ ഫ്ലൈറ്റിൽ പ്രേമലു വെച്ചു, 2.25 മണിക്കൂർ പ്രേമലു ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ ഉറങ്ങിയാലും നമുക്ക് മര്യാദ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഇല്ല, അത് പറ്റില്ല. മാക്സിമം ഒരു എല്ലാം കൂടെ കൂടി ഒരു 1.5 മണിക്കൂർ ഉറങ്ങണം. എല്ലാം കൂടെ കൂട്ടി ഇച്ചിരി ഉറങ്ങി വെച്ചു, അല്ലെങ്കിൽ 1 മണിക്കൂർ അത്രയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഞാൻ അതുപോലും ഉറങ്ങിയില്ല, കാരണം ഞാൻ പ്രേമലു കാണുമായിരുന്നു. പ്രേമലു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് തീരുമ്പോൾ കിടക്കണം. പ്രേമലു തീരുന്നതും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. പിന്നെ നമുക്കൊരു ചോയ്സും ഇല്ല. പിന്നെ ഞാൻ പോണ വഴി ഇവിടെ വന്ന് 2 മണിയായപ്പോൾ അവിടെ ചെക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അതിന്റെ ടെൻഷൻ, ഫുഡ് കഴിക്കണതിന്റെ പരിപാടി എല്ലാം കൂടി ഭയങ്കര റഷ് ആയതുകൊണ്ട് നമുക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടമാണ്, എനിക്കിങ്ങനെ പുതിയ സ്ഥലത്ത് വന്നിട്ടില്ലേ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. ഇപ്പം കുറേ പുതിയ സ്ഥലത്ത് വന്നിട്ട് റെസ്റ്റ് ചെയ്ത് വെറുതെ തിരിക്കണം ഒരു താല്പര്യമില്ല. കാരണം ഞങ്ങളിന്ന് ഒരു തരി പോലും റെസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും അവിടെ റെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അവിടെ ഫ്രണ്ടിലൊക്കെ പോയി റിസപ്ഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു, റീൽസൊക്കെ എടുത്തു. കാരണം ടൈം ഞങ്ങൾ വണ്ടി കൊല്ലാൻ തുടങ്ങി. പേടിച്ച് അവർ വണ്ടി മാറ്റാൻ പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ പൊന്നിവർ ഞങ്ങൾ കൊല്ലുമല്ലോ ഇവിടെ സ്ട്രീറ്റിൽ ഇരിക്കുന്നു പറഞ്ഞാൽ. നമ്മൾ ഇവിടുത്തെ വണ്ടികൾ സൂപ്പർ, പക്ഷേ അതേപോലെ തന്നെ ഭയങ്കര സ്പീഡായിട്ട് ഇവരോട്. നമ്മുടെ അവിടുത്തെ പോലെ സ്പീഡല്ല, ഇവിടെ ഭയങ്കര സ്പീഡാണ്. പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല അഫ്സലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ. സത്യം മൈഗ്രേറ്റ് ചെയ്യാൻ തോന്നണുണ്ട്. ഇവിടെ വന്ന് ജീവിക്കാനാണെങ്കിലും കൊള്ളാം അല്ലേ. അഫ്സല് മൈഗ്രേറ്റ് ചെയ്യാൻ പോകണം ഇങ്ങോട്ട്. ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ടുപോകണ്ട. മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നീ ഇല്ലാണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം.
മൈൻഡ് ചെയ്യരുത്, ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ടവർ. ഇത് പെട്രോണസ് ടിൻ ടവർ ആണ്. അതെന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് പെട്രോണസ് ടിൻ ടവർ ആണ്. കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഗൂഗിളിൽ ഇപ്പോൾ തപ്പെടുത്താണ്. ഓക്കെ, പ്രൊണൗൺസിയേഷൻ വരെ ഞാൻ നോക്കി, കാരണം എനിക്ക് ട്രോൾ കിട്ടരുതല്ലോ. ഓക്കെ, പിന്നെ ഇവിടെ ഫുള്ള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇത് ഫുൾ സിറ്റി സംഭവങ്ങളൊക്കെ ഭയങ്കര ചില്ലാണ്. ആൾക്കാരൊക്കെ ഇതുണ്ട്. ഇവിടെ സെയിൻറ്റ് ലോറൻ്റെ ഒരു ഇതുണ്ട്, അവിടെ അത് കാണാൻ പറ്റില്ല. കുറേ ഉണ്ട് ആക്ച്വലി. ഇവിടെ നിറച്ച് സ്റ്റോറുകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൈബ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ്റ്റ് വ്ളോഗ്. നമുക്ക് ഇനി ഒരു വ്ളോഗും കൂടെ വരുന്നുണ്ട്, അതിലും കൂടെ ഞാൻ മിക്സ് ചെയ്തിടാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാറ് വരുന്നതുകൊണ്ടാട്ടോ ലൈറ്റ് മുഖത്ത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കുന്നത്. മൈൻഡ് ചെയ്യണ്ട. എനിവേയ്സ്, ഹായ്, നല്ല ലൈറ്റ് കാറ് വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. ഇനി ഒരു വ്ളോഗ് കൂടി ഞാൻ ഇടുള്ളൂ, കാരണം ഞങ്ങൾ ടോട്ടലുള്ളത് ട്രാവലും കൂടെ കൂടി കഴിഞ്ഞാൽ 5 days ഒന്നും ഇല്ലല്ലോ. അത്രയും ഡേയ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നീട്ടി വലിച്ച് നമ്മൾ റബ്ബർ ഷീറ്റ് ആക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ 2 വ്ളോഗ് ഇടുള്ളൂ ടോട്ടൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വെറുതെ കണ്ടുപോകരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ വീഡിയോ ഇടാൻ തോന്നുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കുറയുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് കുറയുകയാണ്. അതുവഴി നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും എനിക്കറിയാം. എന്നാലും പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടണമുണ്ടല്ലോ. ഉണ്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ നിങ്ങൾ എന്തായാലും വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. ഞാൻ നിങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. സോ ഡു ലൈക്ക്, ഷെയർ, കോമൻറ്റ്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പറയാൻ like, share, subscribe to my wife channel. Story time by Umu Kulsu. Yeah,